സമൂഹത്തിലെ യുവതി യുവാക്കൾക്കിടയിൽ വളരെയേറെ ആഹ് ഉം കൂടുതലായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ രാസലഹരികളുടെയും മറ്റു തരത്തിലുള്ള ലഹരികൾ, വീര്യം കുറഞ്ഞ ലഹരികളുടെയൊക്കെ ഉപയോഗങ്ങൾ. ഇതിലൂടെ ഒരു തലമുറ മൊത്തം തന്നെ വഴിമാറി നടക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അത് ഭീകരമായ ഒരു സാമൂഹിക അന്തരീക്ഷം ഉണ്ടാക്കുന്നു. വീടുകളിലെ ചുറ്റുപാടുകളിലെ ഒക്കെ സമാധാനത്തെയും സന്തോഷത്തെയും നശിപ്പിക്കുന്നു. നമ്മൾ നിരന്തരം ന്യൂസുകളിലും ഒക്കെ കാണുന്ന ഒരു വാർത്തകളിലൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ സമൂഹം അനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള രാസലഹരികളുടെയൊക്കെ ഉപയോഗം മൂലമുള്ള പ്രശ്നങ്ങളിൽ നിന്ന് യുവതലമുറയെ മാറ്റിയെടുക്കാൻ ആയുർവേദ ചികിത്സയ്ക്ക് പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. ഇതിന് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ആ വീട്ടിലെ മാതാപിതാക്കളാണ്. പ്രത്യേകിച്ച് അമ്മമാർക്ക് കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അവർക്ക് ശാരീരികവും മാനസികവുമായ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. ശാരീരിക മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അകാരണമായ തളർച്ച, ക്ഷീണം, അതുപോലെ തന്നെ ഉറക്കക്കുറവ്, അതുപോലെ തന്നെ അവരെ ബാധിക്കുന്ന മറ്റൊരിതാണ് വിശപ്പില്ലായ്മ, പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം, വികാരങ്ങളുടെ ആധിക്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ളത് അമ്മമാർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മാനസികമായി അവർക്ക് ഉണ്ടാകുന്ന വിഷാദം പോലുള്ളത്, ഉത്കണ്ഠകള്, ആകാംക്ഷകള്, അതുപോലെ ഈ പറഞ്ഞ ഉറക്കക്കുറവ് അവിടെയും നമുക്ക് കാണാൻ സാധിക്കും. അമ്മമാര് ഇത്തരത്തില് കുട്ടികളെ നിരീക്ഷിച്ചുകൊണ്ട് അവരുടെ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ മാറ്റങ്ങളെ കണ്ടുപിടിച്ചുകൊണ്ട് ഒരു ഡോക്ടറുടെ സേവനം എടുത്തു കഴിഞ്ഞാൽ അവര് ഒരു നല്ല ഒരു ആയുർവേദ ഡോക്ടർ ആണെങ്കിൽ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഡോക്ടർമാർ ആരെങ്കിലും ഏത് സമ്പ്രദായത്തിൽപ്പെട്ട ഡോക്ടർമാരായിക്കോട്ടെ, അവര് അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ട കൗൺസിലിംഗ് കൊടുത്തുകൊണ്ടുള്ള ചികിത്സാ രീതികളെ അവലംബിക്കുന്നതാണ്. ഇതിൽ ആയുർവേദ സംബന്ധമായ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് മാനസികമായും ശാരീരികവുമായുള്ള ആരോഗ്യത്തെ വീണ്ടെടുക്കാനുള്ള ചികിത്സകളാണ് പ്രാധാന്യം കൊടുക്കുന്നത്. മാനസികമായി അവരുടെ ഉറക്കത്തെ, അവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവിനെ, അവരുടെ നാഡീഞരമ്പുകളുടെ പ്രവർത്തനത്തെ ഒക്കെ നമ്മൾ സുഖമാക്കുക. രണ്ടാമത് അവരുടെ വിശപ്പ് കുറവ് പോലുള്ളത്, അതുപോലെ തന്നെ അവരുടെ തളർച്ചയെ ക്ഷീണവും മാറ്റിക്കൊണ്ടുള്ള ചികിത്സ ഒരു വശത്തൂടെ. ഒപ്പം ഇതിന് സമാന്തരമായി നമ്മൾ ചെയ്യേണ്ടത് അവരുടെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ കൂട്ടുക എന്നുള്ളതാണ്. ഈ രാസലഹരികൾ പ്രധാനമായും ബാധിക്കുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റം അഥവാ തലച്ചോറിന്റെയും നാഡീഞരമ്പുകളുടെയും പ്രവർത്തനത്തെയാണ്. അപ്പോൾ അതിനെ കൂട്ടിക്കൊണ്ട് അവർക്ക് വേണ്ട ഒരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട്, അവരെ കുറ്റപ്പെടുത്താതെ, അവരെ സമൂഹത്തിന് വെളിയിൽ നിർത്തിക്കൊണ്ട് ഉള്ള ചികിത്സയല്ല വേണ്ടത്. അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട്, ധാരാളം ആൾക്കാർക്ക് ഈ പ്രശ്നത്തിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ വരുന്നത് അവരുടെ മാനസികമായ കാരണം, അവരുടെ ഗൃഹങ്ങളിലുള്ള പ്രശ്നങ്ങളാവാം, അവരുടെ കൂട്ടുകെട്ടുകളാവാം, അവരുടെ പങ്കാളികൾ അവർക്ക് കൊടുക്കുന്ന ഈ ലഹരി കൈമാറ്റങ്ങളിലൂടെയൊക്കെ ആവാം. അപ്പൊ ഇതൊക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയായിരിക്കും ലഹരി ചികിത്സയ്ക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. പ്രത്യേകിച്ച് രാസലഹരികൾ എന്ന് പറയുമ്പോൾ അതിന്റെ തീക്ഷ്ണതയും അതിന്റെ തീവ്രതയും വന്യതയും കൂടുതലാണ്. അപ്പോൾ അതിനെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ചികിത്സിച്ചാൽ ഈ പറഞ്ഞ നമ്മൾ ദുരിതം അനുഭവിക്കുന്ന, ശരിക്കും മറ്റുള്ളവർ മാത്രമല്ല ഇത് ഉപയോഗിക്കുന്നവരും കടന്നു പോകുന്ന തീക്ഷ്ണമായ ഒരു മാനസിക സംഘർഷ അവസ്ഥകളുണ്ട്. അത് മനസ്സിലാക്കി അവരെ തിരിച്ച് നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എളുപ്പമാണ്. അതിന് ഏർലി ഡിറ്റൻഷൻ, എത്രയും പെട്ടെന്നുള്ള കണ്ടെത്തലുകൾ, അവരുടെ സ്വഭാവത്തിനുണ്ടാവുന്ന മാറ്റങ്ങൾ, വൈകല്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ട ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ്. ഇത് ഒരു തലമുറയെ നമുക്ക് നേരായ വഴികളിലേക്ക്, അവരുടെ സന്തോഷകരമായ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള ഒരു അവസരമാണ്. അതിന് നമ്മളെല്ലാവരും ശരിക്കും സമൂഹത്തിലെ ഓരോ വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവരെ കണ്ടെത്തുകയും അവർ ആ പ്രശ്നത്തിലേക്ക് നയിച്ച കാരണങ്ങൾ മാറ്റിക്കൊണ്ട് കൃത്യമായ ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയാണ്.